എന്താ ഇപ്പത്തെ കാണിക്കുന്നത് ചേട്ടാ ഏട്ടൻ്റെയാണോ ഫോട്ടോ അങ്ങോട്ട് നോക്കണം ഫോട്ടോ നോക്കണം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് പശു വളർത്തുന്ന കാഴ്ചകൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ കാളകളെ ഇത്രമാത്രം സ്നേഹിച്ച് വളർത്തുന്ന ഒരു സ്ഥലം വേറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടുത്തെ കാളകൾക്ക് കുറേയധികം പ്രത്യേകതകളുണ്ട്. ഒരുപാട് കാളകളെ ഇവിടെ രവിചേട്ടൻ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ കാളകളെ ഇവിടെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് രവിചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് രഘു. ആയൂരാണ് വീട്. ഞാൻ കാളകളുടെ താല്പര്യം കൊണ്ട് കുറച്ച് കാളക്കുട്ടികളെ വളർത്തുന്നുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. രവിചേട്ടൻ എത്ര വർഷം കൊണ്ട് ഈ കാളകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്? ഞാൻ ഒരുപാട് കൊച്ചുനാൾ തൊട്ടേ കാളയോട് താല്പര്യം ഉള്ളതുകൊണ്ട് കാളയെ വളർത്താറുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും പശുക്കളെയാണ് വളർത്തുന്നത്. ചേട്ടൻ ഈ കാളകളെ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താ? പണ്ട് നമുക്ക് കൃഷിയുള്ള കാലത്ത് കൂട്ടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും അതിൻ്റെ കുട്ടികളെ വളർത്തുന്നുണ്ട്. ആ ഒരു ഓർമ്മ അല്ലേ? ആ ഒരു ഓർമ്മ. പിന്നെ കാർഷിക ഉത്സവം എന്ന നിലയ്ക്ക് മരവടിക്കൊക്കെ കൊണ്ടുപോകും. മരവടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ കാളകളൊക്കെ ഏത് ബ്രീഡുകളാണ്? ഇത് തമിഴ്നാട്ടിലെ പരിചയപ്പെടുത്തിയിരിക്കും. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാ. പുളിയൻകുടി എന്ന സ്ഥലത്ത് വനങ്ങളിൽ വളരുന്ന ഒരു ബ്രീഡായത്. അല്ല, ഇതിന്റെ ഇനം എന്താണെന്ന് അറിയത്തില്ല. പുളിയൻകുടി കാളയെന്നാ പറയുന്നത്. ഓ, ഇതിലെ വനത്തിൽ വളരുന്ന കാളയാ. അക്രമാരികളല്ലോ? അല്ല, ഇപ്പൊ അക്രമാരാണെങ്കിൽ ഇപ്പൊ ഇണങ്ങിയിരിക്കുക. അവര് കൊച്ചു ചെറിയ പരുവത്തിലെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവരെ പരിശീലിപ്പിച്ചെടുക്കുക. ചെവിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കുഞ്ഞു ചെവിയാണ്. അത് ചെവി ചെറുതാക്കുന്നതാ. അങ്ങനെ ആക്കുന്നതല്ലേ? അപ്പൊ എല്ലാ കാളകൾക്കും അങ്ങനെ ഒരു പ്രത്യേകത. ഇപ്പൊ ഇതിന് എത്ര വയസ്സുണ്ട്? ഇവനൊരു 2.5 വയസ്സാണ്. 2.5 വയസ്സുണ്ട് അല്ലേ? അപ്പുറത്തേക്കുന്നോ? അതും അതേ പ്രായമാണ്. ഇവർക്കെല്ലാം ഈ ചെവിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? ചെറിയ കൂർത്ത ചെവി. പ്രശ്നക്കാരനാ, എന്നാലും ഇപ്പം കുഴപ്പമില്ല. ചേട്ടനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ? അറിയാത്തവരെ അവൻ ചിലപ്പം ആണല്ലേ ഭയപ്പെടുത്താറുണ്ട്. ഇവരെ ഉപയോഗിച്ചു തുടങ്ങി. ഇവർക്ക് എന്താ പ്രായമായി? 2.5 വയസ്സ് പ്രായമാണ്. 2.5 വയസ്സായി. വാലിന്റെ ആടയുടെ ഇതും ഇവന്മാരെ കട്ടി ഒരു മാസങ്ങളെ ചെറുപ്പമുണ്ട് ഇവർക്ക്. ഇതില്ലേ? ഇവരെ ഇപ്പൊ ഓടിച്ചു തുടങ്ങിയാണ്. അപ്പൊ എന്താ ഈ കൊല്ലത്താണോ കാർഷികോത്സവം നടക്കുന്നത്? ഇവിടെ മരവാടി മത്സരം പിന്നെ പള്ളിക്കൽ നടത്തിയായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് 15 കൊണ്ടുപോയായിരുന്നു. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ മരവാടിക്ക് ഇപ്പൊ പല സ്ഥലത്തു നിന്നും ഇങ്ങനെ കളകൾ വരും. അപ്പൊ അതിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ട്. ശരി. അപ്പൊ ഈ 2 വണ്ടിയായിട്ടല്ലേ ഓടിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഏരിയയിലൊക്കെ ഒരുപാട് മരവാടിക്ക് ഉപയോഗിക്കുന്ന കാളകളുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള കാഴ്ച കാണാറില്ലല്ലോ. അതുകൊണ്ട് പള്ളിക്കല് പോരടത്തൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഇവന്റെ കൂടെ ഓടിക്കുന്ന ജോഡിയാ. ആളിനെ കണ്ടാൽ ഇത്തിരി ഭയമുള്ള ഒരു വർഗമായവര്. അറിയാത്ത ആളിനെങ്ങനെ ഇവർക്ക് പിന്നെ ഈ ഓടിക്കാൻ നേരത്തെ എങ്ങനെയാ സിഗ്നൽ കൊടുക്കുന്നത്? ഇവർ ഈ ഓടണമെങ്കിൽ ശീലിപ്പിക്കുന്ന അങ്ങനെ തന്നെ ഒരു പ്രത്യേക പരിശീലനം കൊടുക്കുന്നതാ. കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ മിടുക്കന്മാരാകും. പുറത്തേക്ക് വെച്ചൂരല്ലേ? അത് വെച്ചൂരാ. ഇവരുടെ വാലിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. ഈ ജനുസിൽ ചെറിയ വാലായിരിക്കും, കുഞ്ഞു വാലല്ലേ? പിന്നെ തിരിപ്പം നമ്മള് ചെറിയ വാലൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നിർത്തുന്ന. അപ്പൊ നിലവിലിപ്പോ എത്ര കാളയുണ്ട് ഇവിടെ? 4 കാള. പിന്നെ അത് വെച്ചൂരില്ലേ? ഇവിടെ തന്നെ ജനിച്ചില്ലേ അവന്? ഇവിടെ ജനിച്ചു വളർന്നതാ. 9 വയസ്സുണ്ട്. 9 വയസ്സുണ്ട്. ഇപ്പം പ്രശ്നക്കാരനായിട്ട് മാറിയേക്കുക. എന്നാലും അവനെ കൊടുക്കത്തില്ല. അറിയാത്ത ആളിനെ കാണുമ്പോൾ ഞാൻ ശബ്ദം കേൾപ്പിക്കാറുണ്ട്. ഇത് വെച്ചൂറിന്റെ ഒറിജിനൽ വെച്ചൂർ തന്നെ. എന്താ ദേശക്കാരനാ. ഇവരെയൊക്കെ മെരുക്കാൻ ചേട്ടൻ അറിയാം. ഇത് ഇവളുടെ പേര് കല്യാണി. ശരിക്കും പ്രായമുണ്ടല്ലേ? 20 വയസ്സോളം വരും. 13 പ്രാവശ്യം പ്രസവിച്ച്. ഓ, ഇവന്റെ ഇവിടെ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്? അല്ല, അത് വേറെ കാള. ഇവള് ഒരുപാട് പ്രായമുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇപ്പം ചെനയില്ല, കറവയില്ല. എന്നാലും നമ്മൾ കൊടുക്കാതിട്ടേക്കുക. എത്ര വയസ്സായി? 20 വയസ്സാണ്. 20 വയസ്സുണ്ട്. ഈ നാടൻ ജനിച്ചുകളെ സംരക്ഷിക്കുക അല്ലേ? കൊമ്പൊക്കെ ശരിക്കും വളർന്നുപോയി. പ്രായത്തിന്റെ ഇപ്പോഴും അവിടെ ആരോഗ്യപരമായിട്ട്
ചേട്ടാ, നമുക്ക് ഈ മരവടിക്ക് കൊണ്ടുപോകാനുള്ള കാളെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചേട്ടൻ ശ്രദ്ധിക്കുന്നത്? അത് ഇതിന് പറ്റിയ ജനസിൽപ്പെട്ട കാളകളെ തമിഴ്നാട്ടിലെ വനത്തിൽ പോയി വനത്തിൽ മേയുന്ന ഒരു വർഗമായത്. അതിൽ നിന്ന് കണ്ടുപിടിച്ച് നല്ലത് നോക്കി കണ്ടുപിടിച്ച് വാങ്ങിക്കൊണ്ട് വന്ന് അതിന് ഒരു പ്രത്യേക രീതിയിൽ ആഹാരം കൊടുത്ത്. എത്ര മാസം മുതൽ അത് കൊണ്ടുവരുന്നത്? ഒരു പാലുകൂടി മാറിയ പരുവത്തിലാണ് മേടിക്കുന്നത്. ഇവിടെ കൊണ്ട് ശീലിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് വളർത്തിയെടുക്കണം. പിന്നെ വെച്ച് കെട്ടി നമ്മൾ വയലിൽ നടത്തി ശീലിപ്പിച്ചിട്ട്. എത്ര വയസ്സ് മുതലായി മരവടിക്കായിട്ട് കൊണ്ടുവന്ന് പരിശീലനത്തിന്? ഒരു വയസ്സ് കഴിയുമ്പോട്ടിറക്കാം. ഒരു വയസ്സ് കഴിയുമ്പോൾ കൊണ്ടുവന്നു. അതിന് മറ്റു സാധാരണ കറവ പശുവിനെ കൊടുക്കുന്നതിനൊക്കെയുള്ള ആഹാരം കൊടുത്താൽ പോരാ. അല്ലാതെ ആഹാരം ക്രമീകരിച്ച് കൊടുക്കണം. എനിക്ക് തോന്നുന്നു മറ്റേ പശുക്കളെ വളർത്തുന്നതിനെക്കാട്ടി ഇരട്ടി ചിലവാണ്. ചിലവുണ്ട്, നല്ല ചിലവുണ്ട്. അവനെ ട്രയലടിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു 10,000 രൂപ ചിലവാകും. ഇങ്ങനെ വയലിൽ കൊണ്ടുപോയി ശീലിപ്പിച്ചെടുക്കുന്നതിനൊക്കെ. അത് ആരാണ് ചേട്ടൻ? വേറെ ഉണ്ട്, വേറെ ഈ ഓടിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പൊ ഇവര് എത്ര നാൾ മുതൽ ഓടി തുടങ്ങും? ഒരു വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ശീലിപ്പിച്ച് തുടങ്ങും, ഓടിച്ചു തുടങ്ങണം. ഇവരേതെങ്കിലും പ്രൈസ് മേടിച്ചിട്ടുണ്ടോ ഇവരെ? ഇല്ല, മത്സരത്തിൽ ഒരു ദിവസം ട്രയലിന് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ട്രയലിന് കൊണ്ടുപോയിട്ടുള്ളൂ. ഇനിയിപ്പം പ്രധാന ഓട്ടം കിടക്കുന്നേ ഉള്ളൂ അല്ലേ? 4 ദിവസം ട്രയലിന് കൊണ്ടുപോയി. അപ്പൊ ഇതൊരു സന്തോഷമായില്ലേ കേട്ടോ, ഈ നമ്മുടെ പഴമയുടെ ഒരു വലിയ കാർഷിക കാഴ്ച വേണ്ടി. ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ടാകും കാണാൻ. ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ തനത് ബ്രീഡുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കാർഷിക സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് പഴയ ആളുകൾ കാർഷിക സംസ്കാരം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് പ്രകൃതിയും കൂടെ സംരക്ഷിക്കാനായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പൂർവികർ ഇങ്ങനെയൊക്കെയുള്ള ഉത്സവങ്ങൾ കണ്ടുപിടിച്ചപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ബ്രീഡുകളെയൊക്കെ സംരക്ഷിക്കാനും കൂടി വേണ്ടിയായിരിക്കും അല്ലേ? അത് അങ്ങനെ പ്രകൃതിയുടെ നിലനിൽപ്പിന് അതൊക്കെ ആവശ്യമാണല്ലോ. ആയിരിക്കും, ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ട ഇനം തന്നെയാണ് ഇങ്ങനെയുള്ള കാർഷിക ഉത്സവങ്ങളൊക്കെ അല്ലേ? ഒരുപാട് കാളകളെയൊക്കെ ഇപ്പം കൊന്നു ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതെ. ചേട്ടാ, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല, വരുമാനം ഒന്നും തന്നെ ഇല്ല, നഷ്ടങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ കാർഷിക ഉത്സവത്തോടുള്ളൊരു താല്പര്യവും പണ്ടത്തെ ഇതിനോട് ഇഷ്ടവും. ഒരു കാർഷിക ജീവിതം അല്ലേ? അതെ. കാരണം പഴമയുടെ ആൾക്കാർ ഒരുപാട് പേര് കാളകളെയൊക്കെ സംരക്ഷിക്കുന്നു. ഇതില് കാളപ്രേമമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ തന്നെ വലിയൊരു ടീമുണ്ട്. എന്നാലും ഏകദേശം എത്ര ടീമുകളൊക്കെ ഈ മരവടിക്ക് വരുമായിരിക്കും? ഇപ്പൊ ശരാശരി എനിക്ക് ഒരു 50-60 ജോഡി കാളകളും നമ്മുടെ ഒരു സ്ഥലത്ത് ഇവിടെയൊക്കെ ഉള്ള മലവടിക്ക് വരാറുണ്ട്. അത്രത്തോളം കാളകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇവരെ ഈ ഉപയോഗത്തിനല്ല, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പണ്ട് നിലം കൃഷിയുള്ള കാലത്ത് പൂട്ടാ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ പൂട്ടില്ലല്ലോ, യന്ത്രം വന്നതോടുകൂടി. അപ്പൊ ഈ കളകളെ ഈ മരവടിക്കല്ല വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വേണ്ടി വരുമല്ലോ ഇവരുടെ തീറ്റ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ അതിന്റെ കൂടെ ഇഷ്ടം കൊണ്ട് അത് കൊണ്ടുപോകണം അല്ലേ? ഇപ്പൊ എത്ര വർഷം കൊണ്ട് ചേട്ടൻ ഇവിടെ ചെയ്യുന്നുണ്ട്? എനിക്ക് ചെറുപ്രായത്തില് നമുക്ക് കാളെ വളർത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും നിലനിർത്തി പോകും. ഒപ്പം 3-4 പശുക്കളുണ്ടല്ലേ? പശുക്കളുണ്ട്. നല്ല നാടൻ കാളകളുടെ ചാണകം ഇവിടെ ഉണങ്ങിയത് ധാരാളമായിട്ടുണ്ട്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ചാണകമാണ് നാടൻ പശുക്കളുടെയും കാളകളുടെയൊക്കെ. അപ്പോൾ ആവശ്യമുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും, വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി എത്താം. പരമാവധി ഇങ്ങനെയുള്ള കർഷകരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.